നമസ്കാരം, ഡൽഹിയിലുള്ളത്. ഞങ്ങൾ ഇന്ന് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഇൻഫർമേഷൻ ടെക്നോളജി കേന്ദ്രമായ ഹരിയാനയിലെ ഗുരുഗ്രാമിലേക്ക് പോവുകയാണ്. ഈ ഗുരുഗ്രാമിനെ ഗുഡ്ഗാവ് എന്നും പറയാറുണ്ട്. ഇത് ഡൽഹി NCRന്റെ ഭാഗമാണ്. നമുക്ക് അവിടെ പോയിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഉള്ളത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ 16 നമ്പർ പ്ലാറ്റ്ഫോം ഉള്ള ആ ഒരു ഭാഗത്താണ്. അതിന്റെ ഈ ഒരു ഭാഗത്താണ് മെട്രോയും വരുന്നത്. അതായത് നമുക്ക് ഇവിടുന്ന് ഡൽഹി മെട്രോ കയറിയിട്ട് നേരെ ഈ പറഞ്ഞ ഗുഡ്ഗാവിന്റെ ഭാഗത്തേക്ക് പോവാം. ഈ എന്താ പറയാ, ഇപ്പം ഡൽഹി മെട്രോ ആണ് കയറേണ്ടത്. നമുക്ക് പോയി മാറി കയറാനുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഗുഡ്ഗാവ് റാപ്പിഡ് മെട്രോയിൽ നമുക്ക് കയറാനുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോ നമുക്ക് നേരെ ഡൽഹി മെട്രോയിലേക്ക് കയറിയിട്ട് പോവാം. റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ എക്സിറ്റ് ഇവിടെയാണ് ന്യൂഡൽഹി മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ഇനിയിപ്പോ നേരെ അകത്ത് കയറി ടിക്കറ്റ് എടുക്കാം. മെട്രോ സ്റ്റേഷന്റെ അകത്തേക്ക് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറി. ഇവിടുന്ന് ന്യൂഡൽഹിയിൽ നിന്ന് സൈബർ സിറ്റി വരെ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ഫെയർ 70 രൂപയാണ്. 2 പേർക്ക് 140 രൂപയായി. നമുക്ക് നേരെ പോകേണ്ടത് മില്ലേനിയം സിറ്റി സെന്റർ എന്ന് പറഞ്ഞ ഒരു ഭാഗത്തേക്കാണ്, 1 നമ്പർ പ്ലാറ്റ്ഫോം. ഇനി അത് കയറിയിട്ട് മെട്രോ കയറിയിട്ട് നേരെ സിക്കന്ദർപൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് നമുക്ക് ഇന്റർചേഞ്ച് ഉണ്ട്, വേറൊരു റൂട്ട്, അതായത് റാപ്പിഡ് മെട്രോ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇതിന് കയറി പോവാം. ഇവിടുന്ന് 31 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. അതുപോലെ തന്നെ 24 സ്റ്റോപ്പുകൾ ചെയ്യാനുണ്ട്. ഒരു 40 മിനിറ്റോളം ടൈം എന്തായാലും എടുക്കും. ഞങ്ങൾ ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് മാറിക്കയറണം. ഡൽഹി മെട്രോ അങ്ങ് പോയി. അതുപോലെ തന്നെ നമുക്ക് പോകേണ്ട ഇനിയിപ്പോൾ റാപ്പിഡ് മെട്രോ അതുള്ളത് അങ്ങ് അവിടെയാണ്. അതായത് ഈ ഗുഡ്ഗാവിലത്തെ മെട്രോ എന്ന് പറയുന്നത് റാപ്പിഡ് മെട്രോ ആണ്. അതൊരു ലൈറ്റ് മെട്രോ ആണ്. ആ ഗുഡ്ഗാവ് മെട്രോ ഡൽഹി മെട്രോ ആയിട്ട് ഒരു കണക്ട് ചെയ്യുന്നത് ഈ സിക്കന്ദർപൂർ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് മാറിക്കയറണം. ഇനി നേരെ പോകേണ്ടത് ആ ഒരു റാപ്പിഡ് മെട്രോ സ്റ്റേഷനിലേക്കാണ്. ഇപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. ഇതാണ് ഗുഡ്ഗാവ് റാപ്പിഡ് മെട്രോ. വളരെ ചെറുതാണ്, 3 കോച്ചുകൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു റാപ്പിഡ് മെട്രോയിൽ വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു 3 കോച്ച് മാത്രം ഇൻക്ലൂഡ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഗുഡ്ഗാവ് റാപ്പിഡ് മെട്രോ ആകെ 11 സ്റ്റേഷൻസുകൾ മാത്രമേ ഉള്ളൂ. 12.85 കിലോമീറ്റർ ആണ് ഈ പറഞ്ഞ റാപ്പിഡ് മെട്രോന്റെ ഒരു എന്താ പറയാ ദൂരം എന്ന് പറയുന്നത്. അതെ, നമ്മളിപ്പോൾ കയറിയ ആ ഒരു സ്റ്റേഷന്റെ പേര് സിക്കന്ദർപൂർ എന്നാണ്. അതെ, ഇനിയിപ്പോൾ ഒരു 3 സ്റ്റേഷൻസ് കഴിഞ്ഞോടെ നമുക്ക് സൈബർ സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഗുഡ്ഗാവിന്റെ മെയിൻ ഒരു സിറ്റി സെന്റർ അവിടെ എത്തും. ഇതിന്റെ റൂട്ട് മാപ്പ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ സിക്കന്ദർപൂരിൽ നിന്ന് കയറി ഇപ്പോൾ ഒരു സ്റ്റേഷൻ 2 സ്റ്റേഷൻ കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് കണ്ട അവിടെയാണ് സൈബർ സിറ്റി കണ്ട. അവിടെയാണ് നമുക്കിനി ഇറങ്ങേണ്ടത്. ഇപ്പം എത്തും. ഒരു ആംബുലൻസ് താഴേക്കൂടെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റോഡ് ഈ താഴിലേക്കൂടെ തന്നെ 3 വരി, അതിലൂടെ 1 2 3 4 5 വരിയാ. അതിലൂടെ ഒരുപാട് വരിയുണ്ട്. അയ്യോ, ഇത് സിംഗിളാണ്. അതിൻ്റെ അപ്പുറത്ത് വേറെയും ഉണ്ട്. ഈ ഒരു സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് വേ ടവറിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ നടന്നിട്ട് പോകുന്നത്. ഇത് കണ്ടോ? ഒയ്യോ, ഇതാണ് റോഡ്. എന്റെ പൊന്നു, മൊത്തം സ്കൈ, ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. പക്ഷേ ഈ ഡൽഹിയിൽ പൊല്യൂഷൻ ആയതുകൊണ്ട് നല്ല രീതിയിൽ വിസിബിൾ ആവുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ട് ഇതാ മൊത്തം പൊല്യൂട്ടഡ് ആയിട്ടാണ് ഉള്ളത് ഇവിടെ മൊത്തം. നല്ല അടിപൊളി റോഡ്. ഇനിയിപ്പോ നേരെ ഇതുവഴി പുറത്തേക്കിറങ്ങാം. ആ ഒരു റോഡിന്റെ ഭാഗത്തേക്കൂടെ തന്നെയാണ് ഞങ്ങളിപ്പോ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ട. അയ്യോ, അവിടെയാണ് ആ ഒരു റാപ്പിഡ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. ഇതിലൂടെ നടന്നു പോകാൻ നല്ലൊരു കിടിലം വഴിയുണ്ട്. പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, ഇത് ഹരിയാനയാണ് കേട്ടോ. ഹരിയാന, ഇത് ഡൽഹിയേ അല്ല, ഹരിയാന മറ്റൊരു സ്റ്റേറ്റും കൂടിയാണിത്. അതുപോലെ തന്നെ ഇത് ഡൽഹി NCR ആണ് പൊതുവെ പറയുന്നത്. നമ്മളിപ്പോ ഈ ഗാസിയാബാദ് UP ആണെങ്കിൽ നോയിഡയൊക്കെ UP ആണല്ലോ. ഇതിനൊക്കെ എന്താ പറയാ, ഡൽഹി നാഷണൽ ക്യാപിറ്റൽ റീജിയൻ എന്നാണ് പറയുന്നത്. DLF ഇൻഫിനിറ്റി. ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിന്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഇവിടെ ഇത്ര വലിയൊരു ഇതുണ്ട് കണ്ടാ. എല്ലാത്തിൻ്റെയും ഈ ഒരു ഭാഗത്തേക്കൂടെ തന്നെയാണ് ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ഈ ഒരു വഴിയുള്ളത്. പിന്നെ ഇതിന്റെ മുന്നിൽ തന്നെ ഓട്ടോയും ഉണ്ട്. വേണമെങ്കിൽ അതാക്കിയിട്ടും പോവാ ഇതുവഴി. ഇത് ഇന്ത്യയിൽ തന്നെയാണോ? നിങ്ങളൊന്ന് നോക്കിയേ, മൊത്തം കെട്ടിടങ്ങളാണ് ഈ ഒരു ഭാഗത്ത് മുഴുവൻ. അതുപോലെ തന്നെ ഇവിടുത്തെ വൃത്തി കണ്ട, അതിനാണ് നമ്മൾ 100ൽ 100 മാർക്കും കൊടുക്കേണ്ടത്. ഇങ്ങനെ വൃത്തിയുള്ള ഒരു നഗരം നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കാണാനായിട്ട് സാധിക്കുമോ? നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. വളരെയധികം വൃത്തിഹീനമാകുന്ന ആ ന്യൂഡൽഹിന്റെ ഭാഗം. പക്ഷെ ഗുഡ്ഗാവിൽ എത്തിയപ്പോൾ നമുക്ക് ശരിക്കും എന്താ പറയാ, അമ്പരന്ന് പോയി. അതെ, ഇവിടത്തെ വൃത്തിയും ഈ ഒരു കെട്ടിടങ്ങളുടെ നിർമ്മിതിയും എല്ലാം കൊണ്ട് അടിപൊളി. ഞാനിങ്ങനെ ഒന്നൊന്നായി പറയുന്നില്ല. ഇതൊരു വലിയൊരു കെട്ടിടമാണ്, അതൊരു വലിയൊരു കെട്ടിടമാണ്. ഇവിടെ ഇല്ല എല്ലാ കെട്ടിടങ്ങളും വലിയ കെട്ടിടമാണ്. ഇതേണ്ടതാ
അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തതാ വേണ്ട, ഇതൊക്കെ രാത്രിക്ക് ലൈറ്റ് ഇട്ട് അടിപൊളിയാവും. പിന്നെ റോഡ് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ നേരെ അതുവഴിയാണ് നടന്നിട്ട് പോകുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഇതാ സ്ക്രീനിങ് ഒക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. നേരെ ഇതുവഴി അങ്ങ് നടന്നു പോവാം. ഈ ഒരു റോഡ് വഴി ലൈറ്റ് വെഹിക്കിൾ മാത്രമേ വരുന്നത്. അതായത് 2 വീലർ, ഓട്ടോ, കാറ്, വലിയ ബസ്സുകളോ ലോറികളോ അതൊന്നും ഇതിലൂടെ വരുന്നില്ല. എനിക്കൊന്ന് അതിന് പോകേണ്ട ലൈൻ വേറൊരു ഭാഗത്താണ്. അതിന്റെ നടുക്കേ കൂടെ ലോറികളൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ലൈനൊക്കെ എത്ര വരി പാതയാണിത് നോക്കിയേ. 1, 2, 3, 4, 5 വരി പാത തന്നെയാണ് ഇവിടെ മാത്രം. അതുപോലെ തന്നെ അതിന്റെ നടുക്കൊക്കെ കണ്ട ആ റോഡിന്റെ ഗാർഡൻ വെച്ചിട്ട് കണ്ട നോക്കിയേ, അടിപൊളിയല്ലേ ഇത് കാണാൻ വേണ്ടിട്ട്. ഇതുപോലെ തന്നെ ഇതിന്റെ അപ്പുറത്തും ഉണ്ട് ലൈൻ, ഒരുപാട് വരികൾ അപ്പുറത്തും. അതും ആ ലൈൻ തന്നെയാണ്, അങ്ങോട്ട് പോകേണ്ട ലൈൻ തന്നെയാണ്. നോക്കിയേ, നമുക്ക് മുറിച്ച് കിടക്കേണ്ട ആ ഒരു എന്താ പറയാ പാലം ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ഒരു ഭാഗമൊക്കെ ഓരോരോ സെക്ടർ ബേസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ കണ്ട ഇൻഫിനിറ്റി സൈബർ ഹബ്ബ്, ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു നഗരം കൂടിയാണിത്. നമുക്ക് ആ ഒരു മുൻഭാഗത്തേക്കൊക്കെ നടന്ന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് നോക്കി എന്തെങ്കിലും ഒന്ന് വിസിബിൾ ആവുന്നുണ്ടോ? മൊത്തം പൊല്യൂട്ടഡ് ആയിട്ടാണ് ഉള്ളത്. കാരണം ഈ ഡൽഹിന്റെ ആയാലും എല്ലാം വായും എല്ലാം മിക്സ് ആയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് തന്നെ ആദ്യം തിരിച്ചു പോകാൻ തീരുമാനിച്ചു. നമുക്ക് അവിടെയും അതിന്റെ വേറൊരു ഭാഗം കൂടി ഉണ്ട്. ആ ഒരു ഭാഗത്തും കൂടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പൊ നേരെ നമുക്കിനിയിപ്പോ ആ ഒരു ഭാഗത്തോട്ട് പോവാം. സൈബർ സിറ്റി റാപ്പിഡ് മെട്രോ സ്റ്റേഷനാണ് ഈ ഒരു മുകളിലുള്ളത്. ഇതിലൂടെ ഇപ്പോൾ ഒരു റാപ്പിഡ് മെട്രോ ഒന്നും വരുന്ന കാണുന്നില്ല. കുറേ നേരം കാത്തുനിന്നു ഇവിടെ വരുമോ നോക്കിയിട്ട്, ഒന്നുമില്ല. അങ്ങനെ ഉണ്ടത്. അതിൻ്റെ മേലെ കൂടെയാണ് വലിയ ഹെവി വെഹിക്കിൾസ് ഒക്കെ പോകുന്നത്. ലോറിയും ബസ്സൊക്കെ അതിൻ്റെ ഇതിലൂടെയാണ് പോകുന്നത്. ഇതിലൂടെ ലൈറ്റ് ആയിട്ടുള്ള സ്കൂട്ടറായാലും ഓട്ടോ, കാറ് അല്ലാതെ വേറെ ഒന്നും പോകുന്നില്ല. ഇതേ ഒരു റാപ്പിഡ് മെട്രോ പോകുന്നതാ. അതങ്ങ് പോയി. ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ്. അതുപോലെ ആ റോഡിൻ്റെ ആ ഒരു വ്യൂ ആയാലും ആ ഒരു കെട്ടിടങ്ങളായാലും എല്ലാം കൊണ്ട് അടിപൊളി. ആ ഒരു മൂടം പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ബാക്കി പുറകിലേക്കൊന്നും വിസിബിൾ ആവാത്തത്. ഈ മുന്നിൽ കാണുന്ന ഇതാണ് ഗേറ്റ് വേ ടവർ. നമ്മൾ നേരത്തെ അതിലൂടെ അങ്ങ് പോയിട്ട് അങ്ങ് അവിടം വരെയാണ് പോയത്. എല്ലാം അറിയപ്പെടുന്നത് DLF എന്നാണ്. DLF ഗേറ്റ് വേ ടവർ, DLF സൈബർ സിറ്റി, അങ്ങനെയാണ് എല്ലാം അറിയപ്പെടുന്നത്. ഇനിയിപ്പോ നമ്മൾ ഇൻഫിനിറ്റി ടവറിന്റെ അടുത്തോട്ടാണ് പോകുന്നത്, ആ ഒരു ഭാഗത്തോട്ട്. ഞങ്ങളിപ്പോ ഒരു സ്ഥലത്തെത്തിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് സൈബർ ഹബ്ബ്. ഇവിടെ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. നമുക്കിനിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് പോവാം. എല്ലാവരും അതുവഴി അവിടെ സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അതിൻ്റെ അകത്തോട്ട് കയറി പോവാം. സൈബർ ഹബ്ബ്. അതുപോലെ തന്നെ ഇങ്ങിവിടെ ഒരു BMW ഒരു വലിയൊരു കെട്ടിടമുണ്ട്. അവിടെ സൈബർ ഹബ്ബ് എന്ന് എഴുതിയതുണ്ട. പിന്നെ മേലേക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു താഴെ ഭാഗത്തെ കാഴ്ചകൾ ആദ്യം കാണാം. ഇത് നോക്കി, ഈ ഒരു ഭാഗത്താ ടോട്ടലി ഒരു പ്രീമിയമാണ് ഇവിടെ തോന്നിക്കുന്നത്. കാരണം അത്രയും ലക്ഷറി ആയിട്ടാണ് ഇവിടുത്തെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഈവൻ എന്തിന് ഈ ഒരു ഫുട്പാത്ത് വരെ നിങ്ങൾ നോക്കിയേ, അത്രയാണ്. എല്ലായിടത്തും നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് KFC ആണ് ഇതിൻ്റെ മുകളിൽ ഉണ്ടോ, KFC. അതെല്ലാം മാക്ഡൊണാൾഡ്സ് എല്ലാം ഉണ്ടാവും. എല്ലാം കഫേകളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് മൊത്തം ഉള്ളത്. പിന്നെ നല്ലൊരു സ്ട്രീറ്റും കൂടിയാണ്. എല്ലായിടത്തും നല്ല ക്ലീനാണ്. എടുത്ത് പറയേണ്ടത് ഈ ഒരു വൃത്തി തന്നെയാണല്ലേ. ആ ഒരു ഭാഗത്ത് കിയ 360 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താല്ലേ, നമ്മളിതൊക്കെ കാണാൻ വേണ്ടിട്ട് ഒരുപാട് വൈകി എന്ന് തന്നെ പറയാം അല്ലേ. ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, ആദ്യം ഫസ്റ്റ് ടൈമാണ്. ഓരോരോ ഷോപ്പിംഗ് ആണ്. ഇപ്പൊ ഈവനിങ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും ഇവിടെ. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കണ്ട. നല്ല ഇതുണ്ട്, നല്ല ചെടികളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഒന്നും എന്താ പറയാ, കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയതേ ഉള്ളൂ. ഇതെന്താ, ഇതിപ്പോ ലാപ്ടോപ്പിന്റെ ഒക്കെ ഒരു കടയാണെന്ന് തോന്നുന്നു. OnePlus എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണിത്. 5 മണിയായി. നൈറ്റ് ഇരുട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആൾക്കാർ വരുന്നത്. ഫുഡൊക്കെ കഴിക്കുന്ന ബെസ്റ്റ് സ്പോട്ടല്ലേ ഇത്. അതെ. പിന്നെ അവിടെ ഇതുണ്ട് ഒരു ടോയ് ട്രെയിൻ. നവീന് ട്രാവൽ ചെയ്യേണ്ട ഒരു ട്രെയിനാണ് അത്, അല്ല നവീന്?
അതിന്റെ ഇതാണെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്, അതിലൂടെ കറങ്ങി വരുമോ നോക്കാം. അല്ല, അതിന് ട്രാക്കൊന്നും വേണ്ട, അത് ടയറാണ്. അതിന് ടയറാണ്. അതിങ്ങനെ ഇതിലൂടെ കറങ്ങി വരും. നല്ല രസമാണ് കാണാം. നമുക്ക് നോക്കാതാ, അതിപ്പോ വരും. ആ ട്രെയിനിങ് കാത്തുനിന്ന് ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയി. അത് അതിന്റെ വഴിക്ക് പോയി. ഈ ട്രെയിൻ ഓർമ്മ തന്നെ, നമുക്ക് ട്രെയിൻ കേട്ടാ മതി. ട്രെയിൻ ആയാലും എത്തേണ്ട സ്ഥലത്തെത്തി. അത് ഇവിടെ ഒന്നല്ല കേട്ടോ, ഒരുപാട് അങ്ങോട്ടേക്ക് ഒരുപാട് പോകാനുണ്ട്. അങ്ങ് വളഞ്ഞങ്ങ് അതിലൂടെ എവിടെയോ പോയി. ഞങ്ങള് അത് വരുന്ന ഈ ഒരു വളഞ്ഞു വരുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയിരുന്നതാ. അത് അങ്ങ് എവിടെയൊക്കെയോ പോയി. അതിന് നമുക്ക് അവിടെ എവിടെ നിന്നും കണ്ടുപിട്ട് പേടിക്കണ്ട. മുന്നോട്ട് പോവാം. ഈ ഒരു ട്രെയിൻ ഇവിടെ വെച്ച് കണ്ടിരിക്കുകയാണ്. എന്താ അല്ലേ കുട്ടികൾക്ക് പോകേണ്ടത്. നേരത്തെ പറഞ്ഞില്ലേ കിയ, ഇത് കിയൻ്റെ ഒരു ഷോറൂമാണ് ഇവിടെ വേണ്ടതാ. ഇനിയിപ്പോൾ നേരെ നമുക്ക് ഇതുവഴി തന്നെ നടന്നിട്ട് പോവാം. നേരെ ഈ ഒരു വഴി എന്തായാലും ഇതിലൂടെ നടക്കുമ്പോൾ കിട്ടുന്നൊരു പ്രതീതിയോ, നമ്മൾ ഇന്ത്യയിലൂടെ തന്നെയാണോ ഇങ്ങനെ നടന്നു പോകുന്നത് നമ്മൾ ചില സമയത്ത് ഓർത്ത് പോകും. കാരണം നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റിയ ഒരു സ്ഥലം വേറെ എവിടെയുണ്ട്? കാരണം അപൂർവമല്ലേ. കാരണം ഇത്രയും നല്ല വൃത്തി, ടൂറിസ്റ്റുകൾക്കായാലും എല്ലാവർക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലം, അതാണ് ഗുഡ്ഗാവ് അല്ലെങ്കിൽ ഗുരുഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞ മിസ്റ്റേക്ക് ഒന്നും ചിലപ്പോൾ ഗുർഗോൺ എന്ന് പറഞ്ഞു, GAON അങ്ങനെയാണ് അതിന്റെ സ്പെല്ലിംഗ് വരുന്നത്. ഇപ്പൊ നിലവിൽ ഗുരുഗ്രാം തന്നെയാണ് റീനെയിം ചെയ്തിട്ടുള്ള. ആ ട്രെയിൻ പുറന്ന് ഹോണടിക്കുക. ഇതിലൂടെ ഇപ്പൊ പോവുക. ഇതിന് ടയറാണ് വേണ്ടതാ. ഡെക്കാത്ലോണിന്റെ ഒരു ഇതാണ് ഇവിടെ. ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് കയറി പർച്ചേസ് ചെയ്യാം. പിന്നെ ഞങ്ങളൊന്നും ഇവിടുന്ന് പർച്ചേസ് ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ഫുഡായിട്ട് നമുക്ക് എന്തെങ്കിലും ഇവിടുന്ന് കഴിക്കാൻ നോക്കാം. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ചീപ്പ് റേറ്റ് ഒന്നും കിട്ടൂല, അതൊന്നും പ്രതീക്ഷിക്കണ്ട. അതൊന്നും വേണ്ട. അതിന് ഡൽഹിയിൽ ഇഷ്ടം പോലെ മാർക്കറ്റ് ഇല്ലേ, പിന്നെ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. ഇത് ഇവിടെ തന്നെ വലിയൊരു ബിൽഡിംഗ് ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ഈ ഒരു ഭാഗത്തോട്ട് പോവാം, അല്ലെങ്കിൽ അങ്ങോട്ട് പോവാം. എവിടത്തോട്ട് പോകണമെന്ന് കൺഫ്യൂഷനാണ്. ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ പോവാം. അവിടെ നിന്ന് വന്ന് നേരെ ഇനിയിപ്പോൾ ഇതുവഴി നേരെ നടക്കാൻ തീരുമാനിച്ചു. ഈ ഒരു ഭാഗത്തൊക്കെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്തൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഈ ഒരു ഭക്ഷണത്തിൻ്റെ മെയിൻ സെൻറ്ററാണ് ഇവിടെ. എവിടെ വേണമെങ്കിലും ഉണ്ട്. കണ്ട, ഈ ഒരു ഭാഗത്തായാലും എല്ലായിടത്തും ഉണ്ട്. ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ് ഈ ഒരു ഗുരുഗ്രാം. പക്ഷെ ഡൽഹിയിൽ നിന്ന് കുറച്ച് വരാനുണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലൂടെ നേരെ ഈ ഒരു ഭാഗത്തോട്ട് പോവാം. ഇത് കണ്ട, ഇവിടെ ചെറിയ രീതിയിലുള്ള ഇങ്ങനെ ഇതാ ഒരു പുല്ല് പോലൊക്കെ ഇതൊക്കെയുണ്ട്. ഇതൊക്കെ റെസ്റ്റോറൻറ്റാണ്. അതിൻ്റെ അകത്തൊക്കെ ഒക്കെ വേണമെങ്കിൽ ഫുഡ് ഈ ഒരു പുറത്തിരുന്ന് കഴിക്കാം. നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ. ആ ഒരു ഭാഗത്തോട്ടും ഉണ്ട് വഴി. നമ്മൾ ഏതൊരു ഭാഗത്തേക്ക് പോയാലും എല്ലാം കാണേണ്ടത് അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. കാരണം ഇത് മോശം എന്ന് പറയാൻ ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ രാത്രിക്കാണ് ഇതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ളൊരു വ്യൂ നമ്മൾ രാത്രിക്കും കാണിക്കും കേട്ടോ. കാരണം നമുക്ക് ആ ലൈറ്റിങ്ങും കൂടെ കാണണം. ഇനിയിപ്പോൾ നമുക്ക് നേരെ ആ ഒരു മേലെ ഭാഗത്തോട്ട് പോവാം. അവിടെ എസ്കലേറ്ററൊക്കെ ഉണ്ട് കണ്ടാ. ചെറിയ രീതിയിൽ ലൈറ്റിങ്ങൊക്കെ വന്ന് തുടങ്ങി. എസ്കലേറ്റർ ഉണ്ട്. എല്ലാവരും മേലെ പോയിട്ട് ഇപ്പോൾ മേലെ കഫേ ആൻഡ് ബാറാണ് ഉള്ളത് കേട്ടോ. അതാ ഈ മേലെയും ഇതുപോലെയുള്ള റെസ്റ്റോറൻറ്റുകൾ തന്നെ ഉള്ളത്. പിന്നെ ബാറായാലും ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. പിന്നെ മേലെ കൂടെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് കിടക്കാം. അതുപോലെ തന്നെ ഇത് കണ്ടോ, ആ താഴെ ഭാഗത്തേക്കൂടെയാണ് ഞങ്ങൾ നടന്ന് വന്നത്. ആ ഒരു അങ്ങ് അതിലൂടെയൊക്കെ. ഇനിയിപ്പോൾ ഇവിടെ തന്നെ കാണേണ്ട വേറൊരു സ്ഥലം കൂടെ ഉണ്ട്. നമുക്കിനിപ്പോൾ നേരെ അവിടത്തോട്ട് പോവാം. നമ്മൾ നേരത്തെ ആ ഒരു ഭാഗം വഴിയാണ് വന്നത്. ഇതിൻ്റെ മുകളിൽ KFC ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇന്നത്തെ തീയതി KFC കഴിച്ചിട്ടില്ല. എന്നാൽ പിന്നെ ഇത്തവണ ഒന്ന് KFC ട്രൈ ചെയ്താലോ നവി? നോക്കിയിട്ട് വരാതായാലും. ഇതുവഴി വരാം. അല്ല, ഇവിടെ എസ്കലേറ്റർ ഉണ്ട്, അതുവഴി പോവാം. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് അധികം നോൺ വെജ് ഒന്നും കഴിക്കാറില്ല. പക്ഷേ KFC ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയതൊന്നല്ല ഓർഡർ ചെയ്തില്ല. ആദ്യം ട്രൈ ചെയ്ത് നോക്കണമല്ലോ. കാരണം ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ലേ വീണ്ടും രണ്ടാമത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇതിൻ്റെ ഒരു KFCൻ്റെ ഇവിടെ കയറിയിരിക്കുകയാണ്. നല്ല അടിപൊളി തന്നെയാണ്. ഞങ്ങൾ ചെറുതാണ് വാങ്ങിച്ചേട്ടാ. ഇതിന് 173 രൂപയാണ് ഈ ഒരു 3 പീസിനായത്.
കഴിക്കണ്ടേ? കഴിക്കാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഒന്ന് എടുത്ത് കഴിച്ചു നോക്ക്. നവീന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ എന്താണ് നമുക്ക് നോക്കണം. എല്ലായിടത്തും ഒരേ ടേസ്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു KFCക്ക്. നീ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, അവനെ പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ 450, 720, പിന്നെ എത്ര 1000 അങ്ങനെ പല പല റേഞ്ച് ഉണ്ട്. 250 ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ആയതുകൊണ്ട് ആദ്യം നിന്ന് ട്രൈ ചെയ്യണമെന്ന് വെച്ചോണ്ടാണ് ഇത് ഈ ചെറിയ ഇത് മാത്രം എടുത്തത്. അതിനകത്ത് ഏറ്റവും താഴെയുള്ള ഒരു കോംബോ എടുത്തത്. അത് മാത്രം ഏറ്റവും വലിയ കോമ്പിനേഷൻ നമ്മൾ ഈ അത്ര മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വാങ്ങിയതോ? ഇല്ല, 6, 8 വില്ല 10 പീസൊക്കെ ഉള്ള വില്ല തന്നെയാണ്. ഒരു തവണ വന്നിട്ട് നമുക്ക് വില്ല തന്നെ ട്രൈ ചെയ്യാം. അതെ. അവിടുന്ന് KFC ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് പോവാം. നേരെ ഇരുട്ടി വരികയാണ്. സൈബർ ഹബ്ബ് എന്ന് ഞങ്ങൾ ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ നേരെ ഈ ഒരു മുൻഭാഗത്തേക്ക് നടന്നിട്ട് പോവാം. ഇവിടെ വണ്ടികൾ ഇപ്പം കുറവാണല്ലോ. ഇത്ര നേരം ഭയങ്കര വണ്ടികളായിരുന്നു, ഇപ്പോൾ വണ്ടി കുറഞ്ഞു. ഇതൊക്കെ പാർക്കിംഗ് ആണ് ഈ ഒരു ഭാഗത്ത്. ഒമ്പോ കുടലം ബിൽഡിങ് ആ ഒരു ഭാഗത്ത് മൊത്തം അതേ ഉള്ളൂ. ഓക്കെ, അങ്ങണ്ട്. ഇനിയിപ്പോൾ രാത്രിക്ക് നല്ല ലൈറ്റും കൂടെ ആയതുകൊണ്ടല്ലോ, ആ കാണാൻ വേറെ തന്നെ ഒരു ഫീലായിരിക്കും. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്കിനി ഈ ഒരു ഭാഗത്തോട്ട് പോവാം. അവിടെ മാളുണ്ടെന്ന് തോന്നുന്നു. ഈ വണ്ടികളൊക്കെ കയറി പോകുന്നുണ്ട്. ഇവിടെ തിരക്ക് വരാൻ കാരണം ഡെക്കാത്ലോൺ ഉള്ളത് കൊണ്ട്. അതുകൊണ്ടാ നമുക്കെന്തായാലും ആ ഒരു മുൻഭാഗത്തൂടെ നടന്നിട്ട് വരാം. കാരണം ഇനിയിപ്പോൾ സമയം 5:30 കഴിഞ്ഞു. പക്ഷേ ഇരുട്ട് കൂടിക്കൂടി വരിക. ഈ ഒരു നോർത്ത് ഇന്ത്യയിൽ 4 മണി കഴിഞ്ഞാൽ തന്നെ, വൈകുന്നേരം 4 മണി കഴിഞ്ഞാൽ തന്നെ നല്ല തണുപ്പ് വരും. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നും കാണുന്നില്ല, മുൻഭാഗത്തേക്ക് ഒന്നും വിസിബിൾ അല്ല. അതാണ് മെയിൻ റീസൺ. ഫോഗെല്ലാം നടന്നിട്ട് ഒന്നാം തന്നെ ഭയങ്കര പൊല്യൂഷനാണ് ഈ ഒരു ഗുഡ്ഗാവ്, ന്യൂഡൽഹി ഭാഗത്ത്. അതിൻ്റെ ഒരു വിഷയം വേറെ എല്ലാം കൊണ്ടും അല്ലേ. പക്ഷേ നമ്മുടെ ഈ ഒരു വിൻ്റർ അല്ലാത്ത സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗുരുഗ്രാം ഭാഗത്തേക്കൊക്കെ വരാൻ പറ്റുന്നൊരു നല്ല ടൈം. നേരത്തെ ഞങ്ങൾ വന്ന സൈബർ ഹബ്ബില്ലേ, അവിടത്തോട്ട് തന്നെ വീണ്ടും തിരിച്ചു വന്ന്. കാരണം ഇവിടെയാണ് ഈ ലൈറ്റിങ് കാണാൻ പറ്റുന്നത്. കാരണം ഇതന്നെയാണ് കാണേണ്ടതും. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളതും ഇവിടെ തന്നെയാണ്. ഫുഡിന്റെ അടുത്തല്ലേ കൂടുതൽ ആൾക്കാർ വരും. ഷോപ്പിംഗ് ചെയ്യേണ്ട സ്ഥലം. പിന്നെ മാള് പറഞ്ഞില്ല, അതിനകത്തോട്ട് ഒരുപാട് കയറാനുണ്ട്. അതായത് ഒരുപാട് കയറുണ്ട്. ഇത് ഡെക്കാത്ലോണാണ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ. രാത്രി ഇനി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ഭംഗി തന്നെയാണ് ഈ ഒരു ഇവിടെ. ആദ്യം കണ്ട ട്രെയിൻ അതെ, ഇതിലൂടെ പോട്ടെ. ആൾക്കാർ ഇനിയാ കൂടി വരിക. കാരണം ഒന്ന് ഓഫീസ് ടൈമെല്ലാം കഴിഞ്ഞു. ഇനി മാത്രമല്ല രാത്രിയും കൂടെ. കാരണം എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ ഇവിടെ തന്നെ വരും. കാരണം ശരിക്കും പറഞ്ഞാൽ KFCനെക്കാട്ടും തിരക്കുണ്ടായത് McDonald'sലാണ് അല്ലേ. അത് തന്നെ. അതുപോലെ തന്നെ എല്ലാത്തിനും ഷോപ്പിന്റെ ടൈം 11 PM, അതുപോലെ തന്നെ 12 AM എന്നൊക്കെയാണ്. അതായത് അത്ര അടക്കം ആൾക്കാർ വരും തീർച്ചയായും. പിന്നെ വേറൊരു റീസൺ ഉണ്ട്. ഈ തണുപ്പ് വലിയൊരു പ്രശ്നമാണ്. അതാണ് എടുത്തു പറയേണ്ടത്. തണുപ്പും ഈ ഒരു ഒന്നും വിസിബിളും ആവുന്നില്ല മുൻഭാഗത്തേക്കൊന്നും. സൈബർ ഹബിൻ്റെ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ ഇനിയിപ്പോൾ ഇറങ്ങുകയാണ്. റാപ്പിഡ് മെട്രോ സ്റ്റേഷൻ്റെ അവിടത്തേക്ക് നടന്നിട്ട് പോവാം. ഇവിടെ തന്നെയാണ്, ഈ ഭാഗത്ത് തന്നെയാണ് മെട്രോ ഉള്ളത്. ഇതല്ലേ സൈബർ സിറ്റി മെട്രോ, റാപ്പിഡ് മെട്രോ. ഇത് ഇവിടെ നിന്നാണ്. അപ്പം നേരെ ഇവിടുന്ന് മുകളിലേക്ക് കയറിയിട്ട് പോവാം. ഞങ്ങൾ പോയ സൈബർ ഹബ്ബ് അവിടെയാണ്. ഇനിയിപ്പോൾ നേരെ ഇതുവഴിയാണ് നമുക്ക് സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ന്യൂഡൽഹി ഭാഗത്തേക്ക് ഡയറക്റ്റ് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. കാരണം ഒന്ന് മാറിക്കയറണമെന്ന് മാത്രമേ ഉള്ളൂ. രാത്രിക്ക് ഇത് ഇവിടുത്തെ കാഴ്ച കണ്ട. ആ ലൈറ്റൊക്കെ ഇട്ടിട്ട് വണ്ടികളായാലും ആ ബിൽഡിംഗ് ആയാലും അടിപൊളി. ഇതിലൂടെ ആംബുലൻസ് ആയിട്ട് പോകല. ആംബുലൻസ് അല്ല, പോലീസാ. റോഡ് തന്നെയാണ് ഒരു നഗരത്തിനും ഫസ്റ്റ് വേണ്ടത്. ട്രാൻസ്പോർട്ട് സംവിധാനം, അതായത് റോഡാണ് ഫസ്റ്റ് വേണ്ടത്. അതിവിടെ എന്തായാലും ഉണ്ട്. രണ്ടാമത് വൃത്തി. അങ്ങ് അവിടെയുള്ളത് DLF. അതൊന്നും ക്ലിയർ ആവുന്നില്ല ഈ ഒരു എന്താ പറയാ ഫോഗ് കാരണം. ഇത് കണ്ട, ആ ഭാഗത്ത് മുഴുവനും DLF തന്നെയാണ്. ഞങ്ങളെന്നാൽ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു ഗുരുഗ്രാം അല്ലെങ്കിൽ ഗുഡ്ഗാവ്
ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ചെറിയ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ ഡൽഹിയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇവിടെ എന്താ പറയാ കാണുമ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടിപ്പോയി നഗരം കണ്ടിട്ട് ഇവിടുത്തെ വൃത്തിയൊക്കെ കണ്ടിട്ട്. അതെ അതെ അതെ, എന്താ പറയാ ഒരു ഒരു മോഡേൺ സിറ്റി, ഹൈടെക് സിറ്റി. അതെ, അതുപോലെ തന്നെ ചില സമയത്ത് ഇത് കാണുമ്പോൾ തന്നെ ഇത് നമ്മുടെ ഇന്ത്യ ആണോ എന്ന് ചില സമയത്ത് നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. കാരണം ആ ഒരു കെട്ടിടങ്ങളും ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ന്യൂഡൽഹി ഞങ്ങൾക്ക് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്ര എന്താ പറയുക ആ ഒരു വൃത്തി, കാരണം എല്ലാവരും ഗുഡ്കൊക്കെ ചവച്ച് ഞാൻ തുപ്പും. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ അതൊന്നുമില്ല കേട്ടോ, ഇവിടെ ടോട്ടലി ഡിഫറെന്റ് ആണ്. അതായത് സെക്യൂരിറ്റിക്കാര്, പോലീസുകാർ ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര പരിപാലിക്കുന്നുണ്ട്. അതെ. അപ്പൊ എന്താ പറയാ ഈ ഒരു ഗുഡ്ഗാവിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ ബൈ.